ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത്. അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോയാലോ. അതിലേക്ക് വേണ്ടി 1 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് മൈദപ്പൊടി, 250 ഗ്രാം കപ്പിൻ്റെയാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് 1/2 കപ്പ് ചോറാണ്. അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയ ജാറിൽ. ഇതിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ട് വരാം, നല്ല മഷി പോലെ. ചോറ് അടിച്ചെടുത്തിട്ടുണ്ട്, നമുക്കിനി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ചോറ് അരച്ചൊഴിക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടും, അതിലേക്ക് വേണ്ടിയിട്ടാണ്. ഇനി ആവശ്യത്തിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി 1 സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ പാം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ചപ്പാത്തിയുടെയൊക്കെ പരുവത്തിന് കുഴച്ചെടുക്കണം. ഇനി കൈ കൊണ്ട് കുഴയ്ക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം കുഴച്ചെടുക്കണം. അപ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ തടയി കൊടുക്കാം, കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 10 മിനിറ്റ് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് പരത്തിയെടുക്കാം. നല്ലോണം ഒന്ന് ആദ്യം കുഴച്ചെടുത്തിട്ട് പരത്താം. കുറച്ച് മാവ് വിതറി കൊടുക്കാം. ഇനി എല്ലാം ഇതേപോലെ ഉരുട്ടിയെടുക്കാം. എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്, നമുക്കിനി പരത്തിയെടുക്കാം. അപ്പോൾ ഇതേ സൈസിന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം ഇതേപോലെ പരത്തിയെടുക്കാം. ഇപ്പോൾ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്, നമുക്കിനി ചുട്ടെടുക്കാം. സ്റ്റൗ കത്തിച്ച് ഒരു ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. കല്ല് ചൂടായിട്ടുണ്ട്, നമുക്ക് ദോശക്കല്ലിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം.
ഇനി വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അടുത്തത് ഇട്ട് കൊടുക്കാം. ഇത് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം. ഇത് പിന്നെ എണ്ണ പുരട്ടിയെടുക്കാം. എണ്ണയോ നെയ്യോ ഏതായാലും മതിയാവും. എണ്ണ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എണ്ണ എടുക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് എണ്ണ ഇട്ടെടുക്കുന്നത്. തിരിച്ചും മറിച്ചും എടുത്തപ്പം പൊള്ളി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം.